ഈ ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ചിരി വരും, അതുപോലെ വേറെ കുറെ സിനിമകൾ കാണുമ്പോൾ കരച്ചിലും വരും. എന്നാൽ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മളെ കരയിപ്പിക്കുക മാത്രം ചെയ്യുന്ന ഒരു സിനിമയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് കരച്ചിൽ വന്നില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. കാര്യം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് യാതൊരു നിയമവുമില്ല. അപ്പോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആഷിക് കോമിക്സ്. ഈ ബോളിവുഡ് ഭരിക്കുന്നത് 3 വ്യക്തികളാണല്ലോ, ഐ മീൻ 3 സ്റ്റാർസ് ആണല്ലോ, ഷാറൂഖ്, ആമിർ ആൻഡ് സൽമാൻ ദ ഖാൻസ്. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവർക്ക് 3 പേർക്കും 3 പ്രത്യേകതയാണ്. ഷാറൂഖ് ഖാന്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ പുള്ളി പണ്ട് ചെയ്ത റോൾസ് മൊത്തം റൊമാൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചോക്ലേറ്റ് ബോയ് ഇമേജ് ആണ് പുള്ളിക്കുള്ളത്. അതുപോലെ സൽമാൻ ഖാൻ കുറെ മാസ് പരിപാടിയൊക്കെയാണ് സിനിമയിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പുള്ളിയുടെ സ്പെഷ്യാലിറ്റി മാസമായിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ കൂട്ടത്തിൽ വ്യത്യസ്തത ഉള്ളത് ഈ ആമിർ ഖാനാണ്. കാര്യം പുള്ളി സെലക്ട് ചെയ്യുന്ന സിനിമകൾ മെയിനായിട്ട് കഥയെ ആസ്പദമാക്കിയുള്ളതാണ്. ഇപ്പോൾ ഏത് സ്റ്റോറി ബേസ്ഡ് ഫിലിംസ് എടുത്ത് നോക്കിയാലും അത് ആമിർ ഖാന്റെ പടമായിരിക്കും. PK, ദംഗൽ, 3 Idiots ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. പിന്നെ ഇഷ്ക്, ഘൂലം, എർത്ത് ഇതൊക്കെയാണ് ആമിർ ഖാന്റെ പ്രൈം ടൈമിൽ ഇറങ്ങിയ കുറച്ച് സൂപ്പർ ഹിറ്റ് സിനിമകൾ. ഇനിയും ഉണ്ട്, പക്ഷെ അതൊക്കെ പറയണമെങ്കിൽ ഈ വീഡിയോ പോരാതെ വരും. ഞാൻ നേരത്തെ പറഞ്ഞ ആ സിനിമകളുടെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു സിനിമയാണ് താരേ സെമീൻ പർ. ടൈറ്റിലിന്റെ അർത്ഥം നോക്കുന്നെങ്കിൽ ഭൂമിയിലുള്ള നക്ഷത്രങ്ങൾ എന്നാണ്. ശരിക്കും ഈ സിനിമ സംസാരിച്ചു പോകുന്നത് ഭൂമിയിലുള്ള നക്ഷത്രങ്ങളായ കുട്ടികളെ കുറിച്ചാണ്. ഈ സിനിമയുടെ അകത്തോട്ട് കയറി ഡിസ്കസ് ചെയ്യുമ്പോൾ ആമിർ ഖാൻ ഏകദേശം 41 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ സമയമുള്ളത് ഒരു പയ്യനാണ്. അവനാണ് ഇഷാൻ. ഇഷാൻ ഒരു IQ ലെവൽ കുറഞ്ഞ കുട്ടിയാണ്. കൂടാതെ അവൻ ഇഷ്ടപ്പെട്ട വിനോദം പടം വരെയാണ്. സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാളും അവനിഷ്ടം നാടൊക്കെ ചുറ്റിക്കറങ്ങി ആസ്വദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മിക്കുള്ള ദിവസങ്ങളിലും ക്ലാസിന്റെ പുറത്തായിരിക്കും. പഠിക്കാൻ ഇവന് ഒട്ടും താല്പര്യമേ ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ ടീച്ചർമാർ വല്ലതും വായിക്കാൻ പറഞ്ഞാൽ അവനത് മൊത്തം കോമഡിയാക്കി എല്ലാവരെയും ചിരിപ്പിക്കും. അതുകൊണ്ട് തന്നെ ടീച്ചർമാർക്ക് മൊത്തം ഇവനെ വെറുപ്പായിരുന്നു. പിന്നെ ആരുടെങ്കിലും ഒരാളുടെ സഹായമില്ലാതെ ടീച്ചർമാർ ഏത് പാരഗ്രാഫാണ് പഠിപ്പിക്കുന്നതെന്ന് പോലും ഇവന് മനസ്സിലാക്കാൻ പറ്റൂല. കൂടാതെ ഇവന്റെ എഴുത്ത് കണ്ടാൽ ആരായാലും ഒന്ന് അയ്യേ എന്നാക്കി പോവും. അത്രയ്ക്ക് വികൃതമായിരുന്നു. ഇനി ഇഷാന്റെ ചേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ സ്കൂളിലെ ടോപ്പർ ആയിരുന്നു. പഠിക്കുന്നതിൽ മാത്രമല്ല സ്പോർട്സിലും അവൻ ദ ബെസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇഷാൻ മോനാണെന്ന് പറയാൻ അവന്റെ പേരൻസിന് ചെറിയ നാണക്കേടൊക്കെ. ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും സെയിം IQ ലെവൽ ആയിരിക്കണമെന്നില്ല. IQ ലെവൽ കുറഞ്ഞ കുട്ടികളുമുണ്ട് എന്ന് കരുതി അവരേക്ക് അതിന്റെ പേരിൽ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കളിയാക്കുന്ന ആൾക്കാരും ഐൻസ്റ്റീനോ തോമസ് ആൽവ എഡിസണോ ഒന്നും അല്ലല്ലോ. പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടാവും. കഴിവില്ലാത്തവരെ ആരും ജനിക്കാറില്ല. ഇപ്പോൾ ഇഷാന്റെ കാര്യം പറയുകയാണെങ്കിൽ പടം വരയിൽ അവനെ തോൽപ്പിക്കാൻ ആ ഏരിയയിൽ തന്നെ ആരുമില്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇഷാന്റെ ആബ്സെന്റ് നോട്ട് അവന്റെ അച്ഛൻ അവസ്ഥയുടെ കയ്യിൽ കിട്ടുന്നു. പേര് പോലെ തന്നെ അയാളുടെ കാര്യം വല്ലാത്തൊരവസ്ഥയാണ്. മകന്റെ കഴിവുകളൊന്നും മനസ്സിലാക്കാതെ പോയ അച്ഛൻ ഇഷാൻ ആ ആബ്സെന്റ് നോട്ട് എഴുതിയ കാര്യം പോലും അവന്റെ അമ്മ അറിഞ്ഞിട്ടില്ല. അങ്ങനെ കള്ളത്തരം കാണിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ അച്ഛൻ അവസ്ഥ അവനെയും കൂട്ടി സ്കൂളിലേക്ക് പോയി. സ്കൂളിലെ ടീച്ചർമാരെ മൊത്തം വെറുപ്പിച്ച് വച്ചേക്കാണല്ലോ. അതുകൊണ്ട് അവർ ഇഷാനിട്ട് നല്ല പണിയും കൊടുത്തു. കൂടാതെ അവന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് ആ പ്രിൻസിപ്പാള് ഇങ്ങനത്തെ കുട്ടികൾക്ക് പഠിക്കാൻ വേറെ ചില സ്കൂളുകൾ ഉണ്ടെന്നും പറഞ്ഞ് അവനെ അപമാനിക്കുകയും ചെയ്തു. അങ്ങനെ തിരിച്ച് കാറിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇഷാന്റെ അമ്മ കരയാൻ തുടങ്ങി. അത് കണ്ടുകൊണ്ടിരുന്ന അവസ്ഥ ഇഷാനെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി അവനെ ബോർഡ് സ്കൂളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ഇഷാനെ പോലെയുള്ള കുട്ടികൾക്ക് നല്ല കെയറിങ് വേണം. കെയറിങ് കിട്ടിയാൽ മാത്രമേ ഈ അവസ്ഥയിൽ നിന്ന് അവർ പുറത്തേക്ക് വരത്തുള്ളൂ. ആ കാര്യങ്ങളൊന്നും അറിയാതെയാണ് അവസ്ഥ അവനെ ബോർഡ് സ്കൂളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. അങ്ങനെ ആ ബോർഡിംഗ് സ്കൂളിലേക്ക് പോയപ്പോൾ ഇവിടത്തെക്കാളും അലമ്പ് ടീച്ചർമാര് അവർ ഇഷാനെ ഇട്ട് വട്ടം കറക്കുന്നുണ്ടായിരുന്നു. തൊട്ടാലും കുറ്റം തൊട്ടില്ലെങ്കിലും കുറ്റം, അങ്ങനത്തെ അവസ്ഥയായിരുന്നു അവൻ്റേത്. സംസാരിക്കാൻ പോലും ആരെയും കിട്ടാതെ അവനെ ഹോസ്റ്റലിലും സ്കൂളിലും ഒക്കെ ഒറ്റയ്ക്കായി. എന്തിനേറെ പറയുന്നു, ഇഷ്ടവിനോദമായ പടമര വരെ അവന്റെ കയ്യിൽ നിന്ന് എന്നേക്കുമായി അകന്നു പോയി. അതിനോടൊന്നും ഇപ്പോൾ അവന് ഒരു താല്പര്യവുമില്ല. ലാസ്റ്റ് ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച് ബാൽക്കണി കയറി താഴേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഒരു പയ്യൻ അവിടേക്ക് വന്ന് പുതിയൊരു സാറ് ജോയിൻ ചെയ്തിട്ടുണ്ട്, പഴയ ഭീകരനായ സാറ് മാറിപ്പോയി എന്നൊക്കെ അവനോട് പറഞ്ഞു. ആ സാറ് മാറിപ്പോയി എന്ന് പറഞ്ഞിട്ടും ഇഷാന്റെ മൂഡിന് ഒരു വ്യത്യാസവും വന്നില്ല. ഇപ്പോഴും മൂകനായി നിൽക്കുകയാണ്. ഗസ്റ്റായിട്ട് വന്ന ആ സാറാണ് രാജ്കുമാർ നിഗം. പുള്ളിയെ ക്ലാസ്സിലേക്ക് കയറിയതേ പാട്ടും പാടിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും പുള്ളിയെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ക്ലാസ്സിൽ കയറി ആദ്യമായിട്ട് ആ കുട്ടികൾക്ക് കൊടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പടം വരയ്ക്കാനാണ്. എല്ലാ കുട്ടികളും നല്ല സന്തോഷത്തോടെ മരവും പൂക്കളൊക്കെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇഷ മാത്രം ഒന്നും വരയ്ക്കാതെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാ സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവന്റെ അടുത്ത് പോയി സംസാരിക്കാൻ നോക്കിയെങ്കിലും ഇഷാൻ ഒന്നും മിണ്ടിയിട്ടില്ലായിരുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവനെ അലട്ടുന്നുണ്ട് എന്ന സാറിന് മനസ്സിലായി. എന്താണ് കാരണമെന്നറിയാൻ അവന്റെ ബുക്കുകളൊക്കെ പരിശോധിച്ചു നോക്കി. പിന്നെ അവിടെയുള്ള സാറന്മാരൊക്കെ അവനെക്കുറിച്ച് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ടതും പിന്നെ ഇഷാന്റെ ബുക്കിലും കൂടെ നോക്കിയപ്പോൾ സാറിന് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി. ആ കാര്യങ്ങളൊക്കെ അവന്റെ പേരൻസുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നേരെ ഇഷാന്റെ വീട്ടിലേക്ക് വിട്ടു. അവിടെ ചെന്നപ്പോഴാണ് ഇഷാൻ ഇത്ര നന്നായിട്ട് പടം വരയ്ക്കും എന്ന കാര്യം സാറ് അറിഞ്ഞത്. ആ പടങ്ങളൊക്കെ കണ്ടിട്ട് സാറിന് വല്ലാത്തൊരു വിഷമം വന്നു. നിങ്ങൾ എന്തിനാണ് ഇഷാനെ ബോർഡ് സ്കൂളിലേക്ക് മാറ്റിയതെന്ന് ആ സാറ് അവന്റെ പേരൻസിനോട് ചോദിച്ചു. അത് കേട്ട പാതി അവസ്ഥ പറഞ്ഞ മറുപടി എന്താന്ന് വെച്ചാൽ, എന്റെ മൂത്ത മോൻ ക്ലാസ് ടോപ്പറാണ്, ഇളയവനെയും എനിക്ക് അതുപോലെ ആക്കണം എന്നായിരുന്നു അവസ്ഥയുടെ മറുപടി. അക്ഷരം പോലും അറിയാത്ത കുട്ടിയെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് ബോർഡ് സ്കൂളിലേക്ക് മാറ്റിയെന്നും കൂടി ലാസ്റ്റ് അവസ്ഥയെ കൂട്ടിച്ചേർത്തു. ഇത് കേട്ടതും രാജ്കുമാറിന് ദേഷ്യം വന്നു.
നല്ല മനുഷ്യരാവാൻ വേണ്ടിയാണ് പ്രേരിപ്പിക്കേണ്ടത്, അല്ലാതെ ടോപ്പർ ആവാൻ വേണ്ടിയല്ല എന്നും കൂടി അയാൾ ദേഷ്യപ്പെട്ട് പറഞ്ഞു. അതിനുശേഷം ഇഷാന്റെ ബുക്ക് എടുത്ത് അവന്റെ അസുഖത്തെപ്പറ്റി പേരൻസിനോട് സംസാരിക്കുകയായിരുന്നു ആ സാറ്. അവന് ഡിസ്ലെക്സിയ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് എന്ന് ആ സാറ് പറഞ്ഞു. അത് അക്ഷരങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പ്രോപ്പർ കെയർ കിട്ടിയാൽ മാത്രമേ അത് മാറൂ എന്നും കൂടി അയാൾ പറഞ്ഞു. ഇത് കേട്ട അവസ്ഥ അക്ഷരങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത അസുഖമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് അയാളെ കളിയാക്കി. അവസ്ഥയ്ക്ക് മനസ്സിലാവാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു ചൈനീസ് ടോയ് എടുത്ത് കൊടുത്തിട്ട് അതിന്റെ പേര് വായിക്കാൻ പറഞ്ഞു ആ സാറ്. ഇതേ അവസ്ഥയിലൂടെയാണ് ഇഷാനും കടന്നു പോകുന്നത്. എക്സാമ്പിൾ ഉൾപ്പെടെ കാണിച്ചപ്പോൾ അവസ്ഥയ്ക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ രാജ്കുമാർ തിരിച്ചു പോയി ഇഷാനെ പഠിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. പടം വരയിലൂടെ മാത്രമേ അവനെ പഠിപ്പിക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കിയ അയാൾ അതിലൂടെ അവനെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ പതുക്കെ പതുക്കെ അവന് അക്ഷരങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി വന്നു. ഇഷാൻ അങ്ങനെ ആ രാജ്കുമാർ സാറുമായിട്ട് ഒരുപാട് അടുത്തു. പതുക്കെ പതുക്കെ അവന്റെ ഹാൻഡ് റൈറ്റിംഗും മാറി വരുന്നുണ്ടായിരുന്നു, ഒരു നോർമൽ ഹാൻഡ് റൈറ്റിംഗ് പോലെ. അങ്ങനെ ഇഷാന്റെ ഈ പടം വരയ്ക്കാനുള്ള സ്കില്ല് സ്കൂളിലെല്ലാവരെയും അറിയിക്കാൻ വേണ്ടി രാംകുമാർ സാർ ഒരു കോമ്പറ്റീഷൻ വയ്ക്കാൻ തീരുമാനമെടുത്തു. അവനെ പ്രൈസ് കിട്ടുമെന്ന് രാംകുമാർ സാറിന് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം അവന്റെ അത്രയും കഴിവ് ആ സ്കൂളിലെ മറ്റു കുട്ടികൾക്ക് ആർക്കും ഇല്ലായിരുന്നു. ടീച്ചർമാരും കുട്ടികളും ഉൾപ്പെടെ ആ സ്കൂളിൽ ഉണ്ടായിരുന്ന എല്ലാവരും മത്സരത്തിൽ പങ്കെടുത്തു. ലാസ്റ്റ് ഇഷാന്റെ ആ പടം കണ്ട് രാംകുമാർ സാറിന് അത്ഭുതമാണ് തോന്നിയത്. മത്സരത്തിൽ ജയിച്ചെങ്കിലും പ്രൈസ് മേടിക്കാനൊന്നും അവന് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. നേരെ ഓടിപ്പോയത് രാംകുമാർ സാറിന്റെ അടുത്തേക്കായിരുന്നു. സാറിന്റെ ആ കണ്ണ് കണ്ടാൽ അറിയാം ഈ വിജയം അവൻ എന്തുമാത്രം അർഹിച്ചിരുന്നു എന്ന്. ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, ഇഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട്